بسم الله الرحمن الرحيم السلام عليكم كيف الحال എല്ലാ മക്കൾക്കും സുഖം അല്ലേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേ. മാഷാ അല്ലാ. ഉസ്താദ് ഇന്നലെ നിങ്ങളോട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ? എല്ലാവരും ചെയ്തിട്ടില്ലേ? എങ്കിൽ ആ ചെയ്ത വർക്ക് നിങ്ങളെ മേശമ നിരത്തി വെക്കുക. ഒരു പരീക്ഷയാണ് ആദ്യം നടക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്നലെ ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാഠത്തിന്റെ പേര് പറയോ? മുഹമ്മദാണ് ഉഷാർ. പാഠത്തിന്റെ പേര് മറന്നാ പോയി. പാഠത്തിന്റെ പേര് മറക്കരുത്. എന്താ കൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ജഗ് ഗ്ലാസ് അല്ലേ? അപ്പൊ ജഗ്ഗിനെന്താ പറയാ? ജഗ്ഗിനെന്താ പറയല്? അവിടെ പോയ അവിടെ ഹജുമോൻ. ഹജുമോൻ പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ച അക്ഷരത്തിന്റെ പേര് പറയോ? അതല്ല മുഹമ്മദ് ഉഷാർ. ഹജുമൻ പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ച അക്ഷരത്തിന്റെ പേര് ഹാ. എന്നാ കൗസിൻ പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ച അക്ഷരത്തിന്റെ പേരെന്താ? കാഫ്. കാഫ് കാഫ്. അത് ഓർമ്മ വേണം. അക്ഷരത്തിന്റെ പേര് ഓർമ്മയില്ലെങ്കിൽ ഉണ്ടല്ല ഒന്നും നടക്കൂല. അക്ഷരത്തിന്റെ പേര് ഓർമ്മ വേണം. കാഫ് പറഞ്ഞാട്ട് എല്ലാവരും പറഞ്ഞ കാഫ്. കാഫ്. ഞാൻ പറഞ്ഞവനെ കാഫ്. കാഫ് കാഫല്ല, കാഫ്. കാഫ് അക്ഷരം പറയാൻ തെറ്റിപ്പോലെ. കാഫ് കാഫ്. നീ എഴുതിയിട്ടില്ല അല്ലെ? ഞാൻ പറഞ്ഞ വർക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ വർക്ക് ചെയ്തതിന് 10 മാർക്ക് തരുന്നേ. വർക്ക് ചെയ്ത കുട്ടികൾക്കെല്ലാം 10 മാർക്ക്. പുറമെ ഉസ്താദ് പറയുന്ന അക്ഷരങ്ങൾ എടുത്ത് കാണിച്ചാൽ അതിന് 5 മാർക്ക് വെച്ചിട്ട് തരും. അപ്പൊ റെഡി? എന്ത് ചെയ്യണോ? ഉസ്താദ് പറയുന്ന അക്ഷരം എടുത്ത് ഇങ്ങനെ 2 കൈയോട് പൊക്കിയിട്ട് കാണിച്ചു തരണം. പറയുന്നത് കേൾക്കുന്നുണ്ട് ആദ്യം. എന്നാ റെഡി? അത് തന്നെ അവനെ വേറെ കടലാസ് ആദ്യത്തെ കടലാസ് മാറ്റാൻ പാടില്ല കേട്ടാ. മാറ്റിയാ പോയി. നിങ്ങൾ ആദ്യം എടുക്കുന്ന കടലാസ് മാത്രം. എന്നാ ഓക്കെ. നിരത്തി വെച്ചില്ലേ? നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ. മാഷാ അല്ലാ. ഇതുപോലെ ഇത് നല്ല നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. മുതലേതിയല്ലേ അല്ലേ? മാഷാ അല്ലാ. അപ്പോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതാ ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ ഇതിൽ പഠിക്കോട്ടാ. ഓക്കെ. മാഷാ അല്ലാ. അടിപൊളി എത്താ മുഹമ്മദ്. അടിപൊളി. ഇനി പറയുന്നത് എടുക്കാൻ തയ്യാറാവണേ. അടിപൊളി. മാഷാ അല്ലാ. അടിപൊളി. അടിപൊളി തന്നെ. ഇനി എടുക്കുമ്പോ അടിപൊളിയാക്കിയാൽ മതി കേട്ടാ. ഓക്കെ. എന്നാ ഉസ്താദ് പറയുന്നേ. ആദ്യ അക്ഷരം പറയുന്നത് കാഫ്. 2 കൈ കൊണ്ട് എടുത്ത് പൊക്കി പിടിക്ക്. കാഫ്. എല്ലാവരും എടുത്ത് പൊക്കി പിടി. വേറെ നോക്കാൻ പാടില്ല. വേറെ എടുത്ത് പൊക്കിയുടെ അടുത്ത് പിടിക്കാം. അത് മാറ്റാൻ പാടില്ല കേട്ടോ. മാറ്റല്ലേ? ആരും എടുത്ത മാറ്റല്ലേ? നോക്കട്ടെ. ആരും എടുത്ത മാറ്റല്ല. റയാൻ ജംഷീർ. കാഫ്. വെരി ഗുഡ്. എത്ര? 5 മാർക്ക് തന്നു കേട്ടാ. മുഹമ്മദ് കെ. കാഫ്. പേര് പറഞ്ഞേ. പേര് പറഞ്ഞേ കാഫ്. വെരി ഗുഡ്. 5 മാർക്ക്. വെരി ഗുഡ്. കാഫ്. പേര് പറയണേ. ജബിൻ എഴുതിയിട്ടില്ല. അപ്പൊ ഇന്ന് 10 മാർക്ക് കുറഞ്ഞു കേട്ടാ. സയ്യിദ് മുന്തിർ. കാഫ്. മുഹമ്മദ് ഫാദി. കാഫ്. പറയണേ. നിന്റെ തെറ്റ്. നിന്റെ എടുത്തത് മാറ്റി വെക്കണേ. അസീമ് തെറ്റിപ്പോയി. അസീമിന് 5 മാർക്ക് കുറഞ്ഞു. ഇനി എഴുതി ശ്രദ്ധിക്കണം കേട്ടാ. കാഫ് എന്ന് വന്നപ്പോ അത് മാറ്റി വെക്ക്. പേര് പറഞ്ഞവനെ കാഫ്. സൈനബ് എടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല. 10 മാർക്ക് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ട് ഡേറ്റ് എഴുതി വെച്ചിട്ട് വർക്ക് ചെയ്ത ദിവസം വെച്ചിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ സമ്മാനം കൊടുക്കും. കാഫ്. വെരി ഗുഡ്. പേര് പറഞ്ഞ കാഫ്. വെരി ഗുഡ്. ശരിയാണ് കേട്ടാ. അയ്യോ എഴുതിയിട്ടില്ല. പാതി വട്ടം എടുത്തിട്ട് കാണിച്ചെന്നാ. കാഫ്. വെരി ഗുഡ്. അപ്പോ രണ്ടാമത്തത് കാഫിന് ഫത്ത ഇട്ടിട്ട് കാ. കാഫിന് ഫത്ത ഇട്ടിട്ട് കാ. മുഹമ്മദിന്റെ ഫൗളായി. അപ്പൊ തെറ്റത് വേറെ മാറ്റി വെക്കണേ. അത് മാറ്റി വെക്കണേ. ഇനിയില്ല. മുഹമ്മദിന് 2 തെറ്റ് വന്നേ. ഓർമ്മ വേണേ. മുഹമ്മദ് തെറ്റ് വന്നേ.
രണ്ട് നീ ഓനക്ക് പറഞ്ഞ മല പറഞ്ഞേ കാഫിന് 10 ഇട്ടാല് കാ. വെരി ഗുഡ്. എത്ര മാർക്കായി? 5 മാർക്ക് 10 മാർക്കായി. സിനാൻ മോൻ്റെ തെറ്റിപ്പോയി. സിനാൻ മോൻ്റെ തെറ്റി. അതവിടെ മാറ്റി വെച്ചില്ലേ? ഞാൻ എടുക്കല്ലേ? കൊണ്ടോ എടുക്ക്. കാ. അതെ ഫർഹ മുസ്തഫ എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് കിട്ടി. ശരിക്കും കാട്ടട്ടെ. ഫാത്തിമ 10 മാർക്ക്. മാഷാ അല്ലാഹ്. അതീമ് നേരത്തെ എടുത്തത് നീ ഇതെല്ലാം എടുത്തിനെ അല്ലേ? ഇത് ഇതാണ് കാ. കാഫ് പറയാണ്. ഇപ്പൊ 5 മാർക്ക്. ഫാദി പറയണേ. കാഫിന് 10 ഇട്ടാല് കാ. പേര് പറയണേ. കാഫിന് 10 ഇട്ടാല് എടുത്ത ശരിയാണ്. അത് പറയണം കേട്ടോ. അന്നേരം 5 മാർക്ക് വരും. ഓക്കെ വെരി ഗുഡ്. 5 മാർക്ക്. അപ്പൊ 10 മാർക്ക് മുഹമ്മദിനായി. റിഷാൻ മുഹമ്മദ് കാ. ഓക്കെ 10 മാർക്ക്. റമീൻ നേരത്തെ 5 മാർക്ക് കിട്ടിയില്ലേ? 10 മാർക്ക്. അപ്പൊ ഓക്കെ. ഇനി അടുത്ത പെട്ടെന്നാണ് കി. ആദ്യം അടുത്തത് കാഫ്, രണ്ടാമത്തെ കാ. ഇനി കാഫിന് കസറിട്ടിട്ട് കി. റയാൻ ജംഷി. ഓക്കെ മുഹമ്മദ് ആദ്യത്തെ മാറ്റി. ആദ്യത്തിൽ പോയാ അപ്പൊ ഇതിലെടുത്ത് ഇതാണ് ശരി. ഇതിന് 5 മാർക്ക്. ഇപ്പൊ എനിക്ക് 10 മാർക്ക് കിട്ടിയാൽ എത്ര കിട്ടി? ഫിനാനെ എത്രാണ് ശവന്? അല്ലല്ലോ, കാഫിന് കസറിട്ടാൽ ഇത് കായാണ്. അപ്പം ഫിനാന്റെ മാർക്ക് പോയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഫർഹ പറയും കി. ഓക്കെ അങ്ങനെ പഠിക്കണേ. കി. ഇവർക്ക് 10 മാർക്ക്. ഫാദി കി പറഞ്ഞ കി. എപ്പോ ഓർമ്മ വേണേ? കി. ഓക്കെ 5 മാർക്ക്. 5 മാർക്ക്. കി. ഓക്കെ ഓക്കെ. റിഷാൻ മുഹമ്മദ് ഒക്കെ വായിക്കണം. കി. ഓക്കെ ഓക്കെ. ഇനി ഓരോരുത്തരും പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തരും സ്വന്തമായിട്ട് വായിപ്പിക്കുക. വേറെ അതിന് കിട്ടണേ. ഓക്കെ ഓക്കെ റെഡി പോ. പറയണേ. പോ. ഓക്കെ ഓക്കെ മതി. പോ. കാഫിന് തന്നിട്ടാല് പോ. സിനാന് ഇത് ശരിയാണ് കേട്ടോ. അപ്പം മാറ്റി വെക്കണേ. എടുത്ത മാറ്റി വെക്കണേ. പറഞ്ഞ പോ. ഓക്കെ വെരി ഗുഡ്. പോ. പറയണം. പോ. ഓക്കെ പോ. ഓക്കെ 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 ഓക്കെ. റിഷാൻ മുഹമ്മദ് പോ. ഓക്കെ വെരി ഗുഡ്. അടുത്തത് കോയിൻ മുഹമ്മദ്. ഓക്കെ ഓക്കെ. തൻവീർ നമ്പറിട്ട് ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ പഠിക്കണേ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് കാഫിനെ സുക്കൂൻ ഇട്ടിട്ട് ക്. അക്കിന് അറിയാനും കുഴപ്പമില്ല. ഓക്കെ അത് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണേ. ക്. ഓക്കെ ക്. അല്ല ക് വന്നാൽ മതി. വായിക്ക്. ആക്ക്. ഓക്കെ ക്. വായിക്കാൻ കിട്ടണം. ക്. ഓക്കെ ക്. ഓക്കെ ഓക്കെ ക്. ഓക്കെ 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 കണ്ടു പെട്ടെന്ന് കാണിക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്നറിയാ? 1-ന് 5 മാർക്ക്. അത് തെറ്റി. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. 1-ന് 5 മാർക്ക്. അപ്പൊ 6 30 മാർക്ക് കിട്ടി. 30 മാർക്ക് കിട്ടിയ കുട്ടികൾ നിന്നാട്ടെ. ഒന്നും തെറ്റാത്ത ആള്. റയാൻ ജംഷീർ കൈയോടെ. കൈയോടെ. എനിക്ക് 1 മാർക്ക് അത് കിട്ടിയില്ല അല്ലേ? എനിക്കൊരു 5 മാർക്ക് കുറവുണ്ട്. ആദ്യം നീ കാപ്പെടുത്തപ്പോ കായ എടുത്തില്ലേ? ഓക്കെ. എല്ലാവർക്കും ഉഷാർ കേട്ടാ. ഓക്കെ 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 വെരി ഗുഡ്. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കളെ, എന്താ ഒരു മറുപടി ഇല്ലാത്ത ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കളെ? എല്ലാരും ഇങ്ങോട്ട് നോക്കണേ. നമുക്കിനി ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞാൻ പറയാം. ഉസ്താദിന്റെ ഒരു ചങ്ങായിയുടെ വീട്ടില് ചെറിയ പരിപാടിയുണ്ട്. ഒരു ചായ സൽക്കാര പരിപാടി. അപ്പൊ ചായ സൽക്കാര പരിപാടിക്കുണ്ടല്ല ഗ്ലാസ് വേണ്ടേ? ചായ കുടിക്കാൻ ഗ്ലാസ് വേണ്ടേ? എന്തൊരു സ്ഥലം ചായ ഗ്ലാസ്സിലില്ലാണ്ട് ചായ കുടിക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെന്നറിയാ, നമ്മുടെ ചങ്ങായിക്ക് നല്ല ഗ്ലാസ് തന്നെ കൊടുക്കണം. അപ്പൊ അതിന് നമുക്കൊരു ഗ്ലാസ് എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയിലേക്ക് പോകണം. ഗ്ലാസ് എല്ലാം വാടക കൊടുക്കുന്ന ഒരു കടയിലേക്ക് പോകണം കേട്ടാ. അവിടെ പോയിട്ട് നമുക്ക് ചങ്ങായിക്ക് എന്ത് ചെയ്യാ, നല്ല ഗ്ലാസ് തിരഞ്ഞെടുക്കണം. നമുക്ക് പോവാ. അത് നോക്കി നമുക്ക് പോവാ. അപ്പൊ നമുക്ക് പോവാട്ടാ. അപ്പൊ ഗ്ലാസ് കടയിലേക്ക് നമുക്ക് പോകാം. ഗ്ലാസ് കടയിലെത്തി. കൊറേ ഗ്ലാസ് ഉണ്ടല്ലേ അല്ലേ? ഇതിലേതാ നല്ല ഗ്ലാസ്, ഏതാ പൊട്ട ഗ്ലാസ് നിങ്ങൾക്ക് അറിയോ? എങ്ങനെ അറിയോ? അതൊന്നും അറിയില്ല. അതിന് ഉസ്താദിന്റെ മാർഗം പറഞ്ഞുതരാ. ഉസ്താദ് നമ്മളിപ്പോ പഠിക്കുന്ന അക്ഷരങ്ങളില്ലേ, അക്ഷരങ്ങള്
ഗ്ലാസ്സിൽ എഴുതും. ഇപ്പൊ മോളില് 2 ഗ്ലാസ് ഉണ്ട്. ഈ തട്ടിൽ 2 ഗ്ലാസ് ഉണ്ട്. ആ തട്ടിലെ 2 ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് പിന്നെ നല്ല ഗ്ലാസും ഒരു ഗ്ലാസ് പൊട്ട ഗ്ലാസും എങ്ങനെ തിരഞ്ഞെടുക്കാം? അതിന് നിങ്ങൾ ബോർഡിലേക്ക് തന്നെ നോക്കുക. അല്ലാത്തവർക്കല്ല മാർക്ക്. ഞാന് ആദ്യത്തേല് ഒന്നാം തട്ടിലുള്ളതില് അതിലേതാ ശരിയായ രൂപത്തിൽ ഉസ്താദ് കാഫ് എഴുതിയത് പറയണം കേട്ടാ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണേ. ആദ്യം ഉസ്താദ് എഴുതുന്നത് കാഫ് എഴുതുന്നത് ശ്രദ്ധിച്ച് പറയണം കേട്ടാ. നേരത്തെ ഉസ്താദ് എഴുതുന്ന രൂപം കാണിച്ചിട്ടില്ലേ? അപ്പൊ ഒന്നിങ്ങനെ, രണ്ടാമത്തത് തെറ്റിയാൾക്ക് സമ്മാനം കിട്ടൂല, ക്ലാസ് ക്ലിയർ കിട്ടൂല. രണ്ടാമത്തത് ആദ്യം ലാം എഴുതി മുകളിൽ 10 കിട്ടും. ഇനി ഓരോന്നും നമ്പർ കൊടുത്തിന് 1, 2. ഏതാ ശരി? രണ്ടാമത്തെയാണ് ശരി. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്ലാസ് തെറ്റില്ല അല്ലേ? അപ്പൊ ആരാ പറഞ്ഞാല്? ഫാത്തിമ പറഞ്ഞു. ഫാത്തിമ 5 മാർക്ക് തന്നെ. ഫാത്തിമ ശരിക്കും ശ്രദ്ധിച്ച് പറഞ്ഞോണ്ട്. മറിയം അതുപോലെ സൈനബ് പറയുകയാണെങ്കിൽ സമ്മാനം തരിക. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത് തെറ്റ്, അതിനെ മാറ്റി വെച്ചോട്ടാ. തെറ്റ്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ 2 ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തത് പെട്ടെന്ന് പറയണേ. ഉസ്താദ് ആദ്യം ഫാത്തിഹ ഇട്ട് പിന്നെ ഇങ്ങനെ ഇട്ട് പിന്നെ ഇങ്ങനെ എഴുതി. അടുത്തത് രണ്ടാമത്തത് ഇവിടെ ആദ്യം ഇതുപോലെ എഴുതി ലാം എഴുതി പിന്നെ ഇങ്ങനെ എഴുതി പിന്നെ ഫാത്തിഹ ഇട്ട്. അപ്പൊ 2, 1. ഇതിലേതാ ശരി? ഒരു മിനിറ്റ്. 1 പറയുന്നൊക്കെ നിന്നാട്ടെ. 1 തെറ്റ്, 2 ശരി. അപ്പൊ 1 തെറ്റ്. 1 ആദ്യം ദിവസം അല്ല 1 ഞാൻ ആദ്യം ഇത് ഫാത്തിഹ എഴുതിയേ. ആദ്യം ഫാത്തിഹ എഴുതാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ പിന്നെ കാല് വായിക്കണം, ലാന്ന് വായിക്കണമെങ്കിലും ആദ്യം ഉത്സവം കേട്ടില്ല. ആദ്യം അക്ഷരം എഴുതിയതിനു ശേഷമല്ലേ ഫാത്തിഹ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് രണ്ടാമത്താണ് ശരി കേട്ടാ. ഇനി മൂന്നാമത്തെ വേഗം കണ്ടുപിടിക്കണേ. ശ്രദ്ധിക്കണേ. അതൊന്നും പറയാൻ പാടില്ല. ഉസ്താദ് എഴുതട്ടെ. കാഫ് എഴുതി. രണ്ടാമത്തെ ശ്രദ്ധിക്കണേ. ആദ്യം ഫാത്തിഹ എഴുതി, എന്നിട്ട് ലാം എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്ത് 1. രണ്ടാമത്തെ ക്ലാസ് മാറ്റിയേട്ടാ. എന്നെ വീണ്ടും പുസ്തകത്തെ ചെയ്യുന്നേ. അപ്പൊ കാഫ് എഴുതി, എഴുതി, തീ എഴുതി. അതിനകത്ത് എഴുതുന്നേ. ആദ്യം ലംബിട്ട് പിന്നെ ഇങ്ങനെ വരച്ച് പിന്നെ ഇതെഴുതി. ഒന്നങ്ങനെ എഴുതിയത്. രണ്ടാമത്തേല് ആദ്യം ലാം എഴുതി പിന്നെ രണ്ട്. അപ്പൊ ഒന്ന് മാറ്റിയേട്ടാ. ഇനി അടുത്തത് ചോപ്പ് നോക്കുന്നുണ്ട്. അടുത്ത ശ്രദ്ധിക്കണേ. അടുത്തത് ഇനി എന്താണ്? ശ്രദ്ധിക്കുന്നില്ല. കായ എഴുതി, കീ എഴുതി, പൂ എഴുതി. അത് എല്ലാം വലിയ പറയാം. അടുത്ത് ശ്രദ്ധിക്കാം. ഇനി കുൻ അത് നോക്കണേ. നോക്കണേ. ആദ്യം ഒരു ലംബട്ട്, പിന്നെ കാഫ് എഴുതി, ലാം എഴുതി, പിന്നെ കാഫ് എഴുതി. അറിയാലോ, ആദ്യം പറയാൻ പാടില്ല. അത് ആദ്യം ലംബ എഴുതി, പിന്നെ ലാം എഴുതി, പിന്നെ കാഫിന്റെ എഴുതി, പിന്നെ ഇതുപോലെ എഴുതി. ഇനി രണ്ടാമത്തത് ആദ്യം ലാമ്, പിന്നെ കാഫ്, പിന്നെ തൻവീൻ ലംബട്ട്. ഏതാ ശരി? രണ്ടാമത്തെ ശരി. അപ്പൊ ഒന്നാമത്തേനെ മാറ്റിയേട്ടാ. ഇനി കാഫിലെ സുഖിടാൻ പോന്നെ. അപ്പൊ നോക്കാം. അപ്പൊ റമീന് അതുപോലെ അതീമ് തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇനി നാലാമത്തെ അടുത്തത് എഴുതാൻ വേണ്ടി പോകുന്നു. ആദ്യം സുക്കൂൻ എഴുതി, പിന്നെ ഇതുപോലെ എഴുതി, അങ്ങനെ. രണ്ടാമത്തതോ ആദ്യം ലാമിന്റെ മോഡൽ എഴുതി, പിന്നെ അതിന് മേലെ ഇത് ഇട്ട് കൊടുത്ത്, പിന്നെ സുക്കൂൻ ഇട്ട് കൊടുത്ത്. വെരി ഗുഡ്. നല്ല അടിപൊളി. ആയിക്കോട്ടെ. എല്ലാവർക്കും എന്തായി? ഓക്കെ. നല്ല പ്രധാന പുസ്തകത്തിന്റെ ക്ലാസ് എങ്ങനെ? അപ്പൊ നമുക്ക് ഇനി ഇതേപോലെ നമുക്ക് നാളെ നിങ്ങൾ വെച്ചോണ്ടേ ഇൻഷാ അല്ലാ കേട്ടാ. അപ്പൊ നല്ല ക്ലാസ് എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചാൽ സൂപ്പറായി. അപ്പൊ നമുക്ക് ഇനി പൊട്ട ക്ലാസ് മാറ്റണ്ടേ? അപ്പൊ ഉസ്താദ് മാറ്റുന്നേ. പൊട്ട ക്ലാസ്സിനെ മാറ്റുന്നേ. ആദ്യം ഇതിനെ വായിച്ചോ, പിന്നെയോ ഇതിനെ വായിച്ചോ, മൂന്നാമത്തെ ഇവിടെ വായിച്ചോ, പിന്നെയോ നാലാമത്തെ ഇവിടെ വായിച്ചോ.
ആ ഇത് വായിച്ചോ. ഇനി ഇത് വായിച്ചോ. ഇപ്പൊ ആരല്ല ബാക്കിയായത്? 6 12 ക്ലാസ്സിൽ നിന്ന് 6 ക്ലാസ് വായിച്ചു. അപ്പൊ നമുക്ക് ചങ്ങായി കൊണ്ട് കൊടുക്കല്ലേ? പോയി. അപ്പൊ അല്ല നമുക്ക് ചങ്ങായിക്ക് എന്ത് ചെയ്യാം? അവസാനം ചങ്ങായിട്ട് 6 ക്ലാസ് കൊടുത്ത് കൊടുക്കാം അല്ലേ? ഓക്കെ റെഡി. ക്ലാസ് ഇഷ്ടമല്ലേ? ഇൻഷാല്ലാ നമുക്ക് ഒന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല കേട്ടോ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ സ്വല്ലല്ലാഹു വസല്ലം